മറ്റാരുണ്ട് LDF അല്ലാതെ? ചൈൽഡ് വോയിസിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ്. അതെ, baby watch ഞങ്ങൾക്ക് കേൾക്കണം. അതാണ് ഞാൻ പറയാൻ വന്നത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കേൾക്കാറുണ്ട്. അതെ. പക്ഷെ ആദ്യം കേൾക്കേണ്ടത് മോഹിനിയാട്ടത്തിനെ പറ്റിയാണ്. ഭരതനാട്യം ഒരു ഫീൽ ഗുഡ് മൂവിയാണ്, ഫാമിലി ഓറിയന്റഡ് മൂവിയാണ്. ഇതിപ്പോ സെക്കൻഡ് ജോണർ മോഹിനിയാട്ടം. ഇതിൽ കുറച്ചുകൂടെ വ്യത്യാസങ്ങൾ കലർത്തിയിട്ടുണ്ട്, ഒരു മസാലയൊക്കെ ഇട്ടിട്ടുണ്ട്. അതായത് ത്രില്ലറാണ്, ഒരു ഡാർക്ക് ഹ്യൂമർ ആണ്, അതേ ഫാമിലി എലമെന്റും ഉണ്ട്. ഏത് പ്രായക്കാരും വന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പടമാണെന്നുള്ളത് ഇറ്റ് ഇസ് 100% ഷുവർ. ഭരതനാട്യത്തിൽ നമ്മൾ ഞെട്ടിച്ച രണ്ടാൾക്കാർ ഈ രണ്ട് സൈഡിൽ നിൽപ്പുണ്ട്. അതെ, ട്വിൻസ് ആണ്. അതെ. രണ്ടുപേർക്കും ഹായ്. ഹായ്. അതെ, ഹായ്. ഗംഭീര ആർട്ടിസ്റ്റ് ആണ്. അങ്ങനെയൊന്നുമില്ല, ചെറുതായിട്ട്. അങ്ങനെയൊന്നുമില്ല. ബേബി ജിൻ റാപ്പ്. അപ്പൊ പക്ഷെ ഈ റാപ്പ് പറയുന്നവർക്ക് ഇത്രയും നാണം ഉണ്ടാവും? റാപ്പ് എന്ന് പറയാൻ നാടൊന്നുമില്ല. നിങ്ങളൊക്കെ എന്നോട് ഇരിക്കുമ്പോ എങ്ങനെയുണ്ട് ഇതിലെ വർക്കിനെ പറ്റി? എന്താണ് പറയാനുള്ളത്? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കമ്പാരിറ്റീവ്ലി അഭിനയം ഇഷ്ടമാണോ? അത് റാപ്പാണ്? അഭിനയം ഇഷ്ടമാണ്, റാപ്പും ഇഷ്ടമാണ്. അഭിനയം ഇച്ചിരി കൂടുതൽ ഓഫ് കോഴ്സ് മ്യൂസിക്, ഡൂയിങ് മ്യൂസിക്. വെരി നൈസ്. പിന്നെ ഇതില് അടിപൊളിയായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മൊത്തത്തിൽ എന്റെ ഡിഫറെന്റ് ഒരു ക്യാരക്ടറാണ് ഇതിൽ ചെയ്തു വെച്ചേക്കുന്നത്. മോഹിനിയാട്ടം ഒരു മുണ്ടൊക്കെ കൊടുത്ത് ഒരു നാടൻ ക്യാരക്ടർ. സ്വാതി ദാസ്, എനിക്ക് ഭരതനാട്യം അറിയാലേ? ആർക്കും എനിക്കോ ഞെട്ടല. അറിയൊന്നുമില്ല. കണ്ട അങ്ങനെ ഒരു ഫീൽ ഉണ്ട്. അറിയില്ല, നാട്യം അറിയാം. നാട്യം ഓക്കെ. അതാണ് നടൻ. അതാണ് നടന്റെ ശബ്ദം, അതാണ് നടന്റെ വാക്ക്, അതാണ് നടന്റെ. പക്ഷെ ചേട്ടൻ എല്ലാ മൂവീസിലും ഭയങ്കര വെറൈറ്റി അടിപൊളി ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഇതിലും ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കും. പിന്നെ ഉറപ്പായിട്ടും ഇപ്പൊ ഭരതനാട്യത്തിൽ ചെയ്ത ക്യാരക്ടറിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. പക്ഷെ ആ ക്യാരക്ടറിന്റെ അതിലുള്ള ലൈഫ് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്ന ദുരിതത്തിൽ അതിനേക്കാൾ ദുരിതത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് പടത്തിൽ പോകുന്നത്. അപ്പൊ അത് എന്തായാലും എല്ലാവർക്കും കണ്ടാലും എന്തായാലും ഇഷ്ടമാവും. പക്ഷെ ഒരു കോമിക്കൽ ട്രെയിലാണ് അല്ലേ? അതെ, കോമഡിയാണ്. ചേട്ടൻ നേരത്തെ പറഞ്ഞ കുറെ അടികൾ പറഞ്ഞല്ലോ, അതില് ബോറടി മാത്രം എന്തായാലും ബാക്കി എല്ലാ അടിയും ഈ പടത്തിലുണ്ട്. അത് കൊള്ളാം. തീർച്ചയായിട്ടും ഇത് കാണുന്നുള്ളതിനെ പറ്റി ഒരു സംശയമില്ല. പ്രത്യേകിച്ചും ഭരതനാട്യത്തിന്റെ ഫാൻസ് ഒരുപാട് പേരുണ്ട്. ഓക്കെ. പിന്നെ ഇതില് സുരാജും സൈജു, വിനയ് ഫോർട്ട്, ജഗദീഷ് ചേട്ടൻ ഇവരൊക്കെ അഭിനയിക്കുന്നുണ്ടല്ലേ? അവരൊക്കെ ന്യൂ എൻട്രി ആണ്. അതായത് ഇതില് പുതുതായിട്ട് വന്നതാണ്. മോഹിനിയാട്ടത്തിലേക്ക് ഭരതനാട്യത്തിൽ ഉണ്ടായിരുന്നില്ല. ഷൈജു ചേട്ടൻ അതിലും ഉണ്ട് അല്ലേ? സൈജു. എന്താണ് ഈ മോഹിനിയാട്ടത്തിന്റെ ഒരു സ്ട്രോങ് പോയിന്റ്? എന്താണ് ഒരു എടുത്തു മോഹിനിയുടെ ആട്ടം. അല്ലല്ല, ആരാണ് മോഹിനി? ഭരതനാട്യം എന്ന് പറഞ്ഞപ്പോ എല്ലാരും വിചാരിച്ചു ഇങ്ങനെ ഭരതനാട്യം സിനിമയാണെന്നുള്ളത്. ഐ മീൻ അങ്ങനെയുള്ള ഡാൻസ് ഓറിയന്റഡ് ഫിലിം ആണെന്നാണ് ആദ്യം തെറ്റിദ്ധരിച്ചത്. പക്ഷെ അതിലെ ക്യാരക്ടർ ഭരതന്റെ നാട്യമായിരുന്നു ഭരതനാട്യം. ഡയറക്ടർ അത് വളരെ കൃത്യമായിട്ട്, വളരെ ബ്രില്യന്റ് ആയിട്ട് തന്നെ വർക്ക്ഔട്ട് ചെയ്ത ഒരു സംഭവമാണ്. ഭരതന്റെ നാട്യം. അതെ, ഇതിലെ മോഹിനിയുടെ നാട്യം, മോഹിനിയുടെ ആട്ടം. ഓക്കെ, പടം കണ്ടിട്ട് ശരി. അപ്പൊ എന്തായാലും വെൽക്കം വിത്ത് ലോഡ്സ് ഓഫ് റെസ്പെക്ട് ആൻഡ് ലവ്. പ്ലീസ്. താങ്ക് യു. വെൽക്കം എല്ലാവർക്കും.